ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് രണ്ട് കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ പരിചയപ്പെടാൻ പോവാണ്. ഒരുത്തി KSRTC ഇരുന്നാണ്ട് കണ്ടന്റ് ക്രിയേഷൻ ഊമ്പുന്നു. മോളെ ഒന്ന് കിടുക, പരിചയപ്പെടുത്തി കൊടുക്ക്. നിങ്ങൾക്ക് അറിയായിരിക്കും. ഓ അറിയാം. മറ്റേ KSRTC ഇരുന്നാണ്ട് വൈറലായ നരമ്പിനിയായ യുവതി. പിന്നെ നരമ്പിനി പുതിയ വേടട്ടെ, എഴുത്തച്ഛൻ വരെ നരമ്പെന്നാ കണ്ടെത്തിയത്. നരമ്പിനി കണ്ടെത്തിയത് ഡിസ്കവേർഡ് ബൈ ഓക്കെ അനാഷ്. രണ്ടാമത്തെ കണ്ടന്റ് ക്രിയേറ്ററെ നമുക്ക് സ്വാഗതം ചെയ്യാം. KSRTC ഇരുന്ന് പോയിട്ടുണ്ടെങ്കിൽ കണ്ടന്റിന്റെ സാധ്യത കുറവാണെന്നും തിരക്കുള്ള ലൈൻ ബസ്സിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ കണ്ടന്റിന്റെ സാധ്യത കൂടുതലാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് കണ്ടന്റ് ക്രിയേഷൻ ഊമ്പുന്നു. അതല്ല കണ്ടന്റ്. രണ്ടാമത്തെ കണ്ടന്റ് ക്രിയേറ്റർക്കാണ് കൂടുതലും റിസൾട്ട് കാണുന്നത്. കാരണം എന്താ വെച്ചാൽ ഇന്ന് നമ്മളെ കോഴിക്കോട് സ്വദേശി തൂങ്ങി മരിച്ചാണ്. ആ വീഡിയോയിൽ കുടുങ്ങിയ ആള്. നമ്മളെ ഈ കൊച്ചു കേരളത്തിൽ എത്രമാതിരി പീഡനം ബലാത്സംഗം നടക്കുന്നുണ്ട്. ലാസ്റ്റ് അത് ആ 14-കാരനെ കൗത്തു നെരിച്ചു കൊന്ന കേസ് കേട്ടില്ല. ഈ പീഡനത്തിൽ ഡിഗ്രി എടുത്തോലും ബലാത്സംഗത്തിൽ PG എടുത്തോലും എന്താ ഈ അരപ്പ ജാതികളെ മുമ്പിൽ പെടാത്ത. അത് അങ്ങനെ തന്നെ അർഹിച്ചോനക്ക് നമ്മളെ കേരളത്തിൽ ഒന്നും കിട്ടണില്ല. ആ രണ്ട് കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ കെട്ടിയോലും കെട്ടാൻ പോണോലും ശ്രദ്ധിച്ചോളി. ഇങ്ങളെ ഫസ്റ്റ് നൈറ്റിന് ഒളി ക്യാമറ വെച്ചിട്ട് ഇവള് ഇങ്ങളെ തുണ്ട് വീഡിയോ ടെലിഗ്രാമിൽ ഇറക്കും. അപ്പൊ നമ്മളെ നാട്ടിലത്തെ ഈ ഹെവനിലും രാഷ്ട്രീയം കേരളം അങ്ങനത്തെ ഗ്രൂപ്പിലൊക്കെ ഇറങ്ങും. കണ്ടോണ്ടി ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. ഇന്ന് രാവിലെ ആ തൂങ്ങി മരിച്ച ചെങ്ങായിന്റെ അവസ്ഥ എന്താ? ഓലെ പെരക്കാരഞ്ഞ ഓലെ കുട്ടികളെ കാര്യം നോക്കുക. ഇന്റെ മനസ്സിൽ ഇനി ഒരു ശാന്തി കിട്ടണം എന്നുണ്ടെങ്കിൽ ആ രണ്ടാമത്തെ കണ്ടന്റ് ക്രിയേറ്റർ അതാ ഓൾ ഇന്ന് തൂങ്ങിച്ചാവണം. ആ ന്യൂസ് ഇങ്ങനെ കാക്കണം. കുത്താൻ തോന്നുന്നു കേറിയിട്ട്. എന്ത് സ്വഭാവടാ. ഇനിയിപ്പോ ഇയാൾ തൂങ്ങി മരിച്ച സ്ഥിതിക്ക് ഒളിഞ്ഞു വരും. അയാൾ ഇങ്ങനെ ആക്കി ആ വീഡിയോ കണ്ടോൾക്ക് മനസ്സിലാവും. ചോറ് നിന്നണ മനുഷ്യ കേരളത്തിൽ ചോറ് തിന്നണോൾക്ക് മനസ്സിലാവും. ഇങ്ങനെ വീഡിയോ എടുത്തോണ്ട് ഇങ്ങനെ നിന്നോടുക്കുക. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പം പ്രതികരിക്കണം. നമ്മളെ ഇൻസ്റ്റയിൽ എത്രമാതിരി വീഡിയോ വന്നാൽ അപ്പം പ്രതികരിച്ച് എത്ര വീഡിയോ അങ്ങനെ പ്രതികരിക്കണോ? അല്ലെ ഇത് കണ്ടന്റിന് വേണ്ടി ഇങ്ങനെ കുറച്ചും കൂടി ഇങ്ങനെ നിന്നെടുക്കുക. ഒന്നും കൂടി കണ്ടന്റ് 7 മില്യൺ 6 മില്യൺ 8 മില്യൺ 9 10 11 ലാസ്റ്റ് ഒന്നും കൂടി തൊടി 10 മില്യണായി. എന്തായാലും ഇനി ഇങ്ങനത്തെ ഈ ഒരു കണ്ടന്റ് ക്രിയേഷനിൽ വേറൊരു മൂന്നാമത്തെ കണ്ടന്റ് ക്രിയേറ്റർ വരികയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളി. കേരളക്കാരെല്ലാരും കൂടി റോട്ടുമേലിട്ട് പിളക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പം പ്രതികരിക്കുക. അല്ലാതെ ഇങ്ങനെ 3 മില്യൺ 4 മില്യൺ 5 മില്യൺ 6 മില്യൺ 7 മില്യൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിന്നൊടുക്കലല്ല. മനസ്സിലായ? അപ്പം നമ്മളെ കേരളക്കാരെ ശ്രദ്ധിച്ചോളി. KSRTC കഴിഞ്ഞ് ലൈൻ ബസ് കഴിഞ്ഞ് അടുത്ത കഴിഞ്ഞ് ട്രെയിനിലാണ്. ട്രെയിനിൽ പോകുമ്പോൾ എല്ലാവരും എപ്പോഴും ഫോണും കാര്യങ്ങളൊക്കെ ഒപ്പരം ഇങ്ങനെ പിടിച്ചിരുന്നോണ്ടി. മനസ്സിലായ? അടുത്തത് ട്രെയിനാണ്. എഴുതി വെച്ചോളി. ഇന്ന കാര്യം കിട്ടട്ടെ കൈമേൽ. എനിക്കും വേണം ഒരു 12 മില്യൺ 13 മില്യൺ ഒക്കെ.